ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജമീൻസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലി മാവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നല്ല പഞ്ഞി പോലെ ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ജമീൻസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ റവയാണ്. ഇപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ നല്ല പുളിയുള്ള കട്ട തൈരാണ്. ഇപ്പോൾ പുളി ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് അളവിൽ വരെ ചേർക്കണം. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ ചേർത്താൽ മതിയാവും. അപ്പം തൈരും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. വളരെ കുറച്ച് മാത്രമേ മല്ലിയില എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടിയാണ്. നമ്മൾ ഈ അപ്പമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും സോഡാപ്പൊടി ചേർക്കില്ലേ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി. സോഡാപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വളരെ കുറച്ച് മാത്രം വെള്ളം, ഏകദേശം 1 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് വെള്ളം വേണ്ടി വരും. ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കട്ടിയായിട്ട് ഉണ്ടാവണം. സാധാരണ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൻ്റെ കട്ടി ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇത്രയും കട്ടിയായിട്ട് ഉണ്ടാവണം. ഞാനിപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അത്രയും സമയം കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പുളിച്ചിട്ട് കിട്ടും. നമ്മൾ തൈരൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ പെട്ടെന്നൊന്ന് പുളിച്ചിട്ട് കിട്ടും. എന്നാൽ ശരി, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ എല്ലാം കുറച്ചുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റവയിൽ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഇത്രയും കട്ടിയായിട്ടുണ്ടാവും. നമുക്ക് എങ്ങാനും കുറച്ചുകൂടി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതിയാവും. ഇത്രയും കട്ടി വേണ്ടത്. ഇതിൽ കൂടുതൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തേക്കണം. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഇഡ്ഡലി തട്ടിലല്ല ഇത് തയ്യാറാക്കുന്നത്. പകരം നമ്മൾ തയ്യാറാക്കുന്നത് ചെറിയ ചെറിയ ബൗൾസിലാണ്. ഇഡ്ഡലി തട്ട് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ചെറിയ 4 ബൗൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബൗൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വലുതാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറുത് വേണമെങ്കിലും എടുക്കാം, ഇതിൽ നിന്നും വലുത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഓരോ ബൗൾസിനകത്തും ചെറുതായിട്ട് നെയ്യ് ഒന്ന് പോട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഈസി ആയിട്ട് ഇളകി വരും. നെയ്യില്ലാന്നുണ്ടെങ്കിൽ പകരം കുറച്ച് വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും. കുറച്ച് കോട്ടിങ് ഇങ്ങനെ നമ്മൾ ബൗളിൽ കൊടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ഇളകി വരും. ഇതുപോലെ ഒരു കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ബൗൾ ഇങ്ങനെ നിറഞ്ഞിട്ട് പോകാൻ പാടില്ല. അതിൻ്റെ ആ 1/4 ഭാഗം മാത്രമേ വെള്ളം വരാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 2-3 കപ്പിലും വെള്ളം മാത്രം വെച്ചാൽ മതിയാവും. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ബാറ്ററെല്ലാം ഒഴിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ ബൗൾസായിട്ടൊന്ന് വെക്കാം. ഞാനിപ്പോൾ 2 ബൗൾസാണ് താഴെ വെക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഒരു തട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ബാക്കി കൂടി വെക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ എത്ര സമയം എടുക്കുമോ, ഏകദേശം ഒരു 10 മിനിറ്റ് ആയി വരുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ സാധാരണ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ എത്ര സമയം എടുക്കുമോ അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം. ഹൈയിൽ വെക്കരുത്. ഹൈയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് പോകും. അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ സ്റ്റിക്കി ആകാതെ നല്ല കറക്റ്റായിട്ട് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടാണിതിപ്പോൾ. ഈ ചൂടോടെ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും കുറച്ച് പാടായിരിക്കും. എന്നാൽ ശരി, ഒരു ശകലം ഒന്ന് തണുത്തിട്ട് വരട്ടെ.
ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി എല്ലാം നല്ല സൂപ്പറായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടിട്ട് വരും. നിറയെ ഹോൾസ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണെന്ന്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ വെച്ച് കഴിക്കുന്ന എന്ത് സൈഡ് ഡിഷ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം വേണമെങ്കിൽ തേങ്ങാ ചട്നി വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സൈഡ് ഡിഷായിട്ട് സാമ്പാർ വെക്കാം. വേറെ എന്ത് വേണമെങ്കിലും നമ്മൾ എങ്ങനെയാണോ കഴിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.